ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചക്കപ്പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് മൈദയാണ്. മൈദ ആവശ്യത്തിന് മൈദ എടുക്കുക. അതുപോലെ നല്ല പഴുത്ത ചക്കപ്പഴം, പിന്നെ അരി പൗഡർ, അതായത് അരിപ്പൊടി. ചക്കപ്പഴം സൈഡിൽ നിന്ന് പോകുന്നുണ്ടോ? എൻ്റെ കൊച്ചെടുത്തുകൊണ്ട് പോണേ സ്ഥലം. ഈ മൈദയും അരിപ്പൊടിയും കൂടി നന്നായിട്ട് ഈ കുഞ്ഞിക്കൈയും വെച്ച് ഇങ്ങനെ ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. പിന്നെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചക്കപ്പഴം ഓൾറെഡി യെല്ലോ ആണല്ലോ. ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടാൽ കുറച്ചുകൂടി ഒരു കളറാവും. കുട്ടികളെ കാണുമ്പോൾ നന്നായിട്ട് കഴിച്ചോളും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ വേണ്ട പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഈ മാവ് ഒരു 5 മിനിറ്റ് സെറ്റാകാൻ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ പാൻ അടുപ്പിൽ വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. തിളച്ച് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ മുക്കിയ ചക്കപ്പഴം എടുത്ത് ഇടാം. ഓക്കെ, ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്രൈ ആവും. നോക്കി നിൽക്കണം, ഇല്ലെങ്കിൽ കത്തിക്കരിഞ്ഞു പോകും എൻ്റെ ഈ ചക്കപ്പഴംപൊരി പോലെ. ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ്, എങ്കിലും കുഴപ്പമില്ലാണ്ട് കിട്ടി കേട്ടോ.